ഹലോ ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഞാനിന്നൊരു പുതിയ വീഡിയോ ആണ് ഇടുന്നത്. ഒരു ഗുലാം ജാമുനാണ് ഇടുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടൊരു ഗുലാം ജാമുൻ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇത് ഞാൻ എൻ്റെ പുതിയ ചാനലിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ്. പുതിയ ചാനലിൻ്റെ പേരൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുലാം ജാമുൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 10 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്രെഡിൻ്റെ ഈ സൈഡെല്ലാം ഒക്കെ ഒന്ന് കണ്ടിച്ച് കളയണം. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. എൻ്റെ പുതിയ ചാനലിൻ്റെ പേര് നവോമി ക്രിയേറ്റീവ് കിച്ചനാണ് കേട്ടോ. കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോയിൽ ഞാൻ റിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ബ്രെഡിൻ്റെ സൈഡെല്ലാം ഇതേപോലെ നല്ല രീതിയിലൊന്ന് കണ്ടിച്ച് കളയാം കേട്ടോ. എന്നിട്ട് കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. നമുക്ക് എത്ര പീസ് ഗുലാം ജാമുൻ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ബ്രെഡിൻ്റെ അളവൊക്കെ കൂട്ടാം കേട്ടോ. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പൊരു അതിനകത്ത് നമ്മൾ പഞ്ചസാരയൊക്കെ ഇടുന്നതല്ലേ, അപ്പോൾ ഒരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/2 കപ്പ് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ. പിന്നെ ബ്രെഡ് വെച്ചും അല്ലാതെ നമുക്ക് മൈദ വെച്ചിട്ടൊക്കെ നമുക്ക് ഗുലാം ജാമുൻ തയ്യാറാക്കാം കേട്ടോ. അതല്ലാതെ പാൽപ്പൊടി തന്നെ വെച്ചിട്ടും തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി പാലൊഴിച്ച് കൊടുക്കുവാണ്. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, നമുക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, ഒരുപാട് പാൽ ഒരേ നേരം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഒഴിച്ച് കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ അതങ്ങ് വല്ലാതങ്ങ് കുഴഞ്ഞു പോകും. നമുക്ക് ആവശ്യാനുസരണം കുറേച്ച് പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല തിക്കായിട്ട് നമുക്ക് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അധികം പണിയൊന്നുമില്ല, നമ്മുടെ കയ്യിലൊന്നും ഒട്ടത്തൊന്നുമില്ല കേട്ടോ. കയ്യിൽ അഥവാ ഒട്ടിയാൽ തന്നെ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണമയൊക്കെ തേച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലോട്ട് ഇച്ചിരി ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കുഞ്ഞു ബോൾസായിട്ട് പിടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ബോൾസ് പിടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല തിക്കായിട്ട് നല്ല അമർത്തി ബോൾസ് പിടിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് നമ്മളിത് ഫ്രൈ ആക്കി കഴിയുമ്പോഴത്തേനുണ്ടല്ലോ അത് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ ഇത് അമർത്തി ഇത് ബോൾസ് പിടിച്ചെടുക്കണം കേട്ടോ ഗൈസേ. അപ്പോൾ ഈ ബോൾസ് എല്ലാം കൂടെ ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 16 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാരയൊന്ന് മെൽറ്റാക്കി എടുക്കാനായിട്ടാണ് ഈ വെള്ളം തിളപ്പിക്കാൻ വെച്ചത്. അതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവും ഒരു 4 ഏലക്ക ഇടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുമ്പോൾ ഗൈസ് നല്ലൊരു കളറാണ് വെള്ളത്തിന്. അപ്പം നമ്മുടെ വെള്ളമെല്ലാം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര, ഒരു 230 ഗ്രാം പഞ്ചസാരയുണ്ട് കേട്ടോ. ആ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തേ. പഞ്ചസാര ചേർത്ത് കൊടുത്തപ്പം കണ്ടോ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ നമുക്കറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഗൈസ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരണം. നമ്മുടെ പഞ്ചസാര മുഴുവനായിട്ട് ഈ വെള്ളത്തിൽ മെൽറ്റായിട്ട് കിട്ടണം കേട്ടോ. എന്നിട്ടൊന്ന് കുറച്ച് നമുക്കൊന്ന് കൈ കൊണ്ട് തൊട്ട് നോക്കിയാൽ ഇച്ചിരി ഒരു കൊഴുപ്പ് പോലെ, ഇച്ചിരി ഒരു ഒട്ടൽ പോലെ തോന്നിക്കണം കേട്ടോ. എന്നാലും നമ്മൾ ഒരു നൂൽ പരുവൊന്നും ആവണ്ട, കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടൽ പോലെ വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പഞ്ചസാര ലായനി എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റൗവെല്ലാം ഓഫ് ചെയ്തിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുവാണേ. അപ്പോൾ നമുക്കത് ഇച്ചിരി നേരം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഓയിലൊഴിച്ച് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലൊഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓരോ ബോൾസും ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ബോൾസ് എല്ലാം കൂടെ ഞാൻ ഈ 16 ഒന്നിച്ചിട്ട് കൊടുക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ വലിയ പാനാണ്, വെളിച്ചെണ്ണ ഓയിലും നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസേ. അപ്പോൾ ഇതേപോലെ എല്ലാം ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം ഗൈസേ. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്നറിയോ, ഒരു സൈഡ് മാത്രം അങ്ങ് കരിഞ്ഞു പോവേ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ എല്ലാ സൈഡും ഇതേപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോകുമെന്ന് വെച്ചാൽ ഒരു ഭാഗം കളറ് കൂടും, ഒരു ഭാഗം
കളറ് കുറഞ്ഞൊക്കെ ഇരിക്കും ഗൈസേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം ചിലർ പറയും നമ്മൾ ഈ ബോൾസ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഗൈസേ. ഞാൻ പിന്നെ അടുത്ത് നിന്ന് തന്നെ നല്ല ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. അതുകൊണ്ട് പൊട്ടിത്തെറിച്ചിട്ടൊന്നുമില്ല, അതേപോലെ ക്രാക്കൊന്നും വീണിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല തിക്കായിട്ട് തന്നെ ഇത് നമ്മൾ പിടിച്ചെടുക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ക്രാക്കൊക്കെ വീണ് കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതേപോലെയുള്ള ബോൾസൊക്കെ ഇടുമ്പോൾ ചിലർ പറയുന്ന കേൾക്കാൻ പൊട്ടിത്തെറിക്കുമെന്നൊക്കെ. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ എന്താണേലും പാചകം ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കൈ പൊള്ളാതെയും അതേപോലെയൊക്കെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് കൈ പൊള്ളുകയോ അതുപോലുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല കേട്ടോ ഗൈസേ. അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കോരി മാറ്റുവാണ്. കോരി മാറ്റിയതിന് ശേഷം നമുക്കിത് പിന്നെ മുഴുവനായിട്ട് തന്നെ നമുക്ക് പഞ്ചസാര ലായനിയിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കണം ഗൈസേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പഞ്ചസാര ലായനിയിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുവാണ്. ചേർത്ത് കൊടുക്കുമ്പോൾ ഗൈസേ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചസാര ലായനി നല്ലോണം തണുത്ത് പോയി. നല്ലോണം തണുത്ത് പോകുമ്പോൾ അധികം അങ്ങോട്ട് സോഫ്റ്റ് ആവത്തില്ല. ഞാനൊരു 3 ദിവസം പഞ്ചസാര ലായനിയിലിട്ട് വെച്ചതിന് ശേഷമാണ് എൻ്റെ ഗുലാം ജാമുൻ സോഫ്റ്റായി വന്നത്. അപ്പോൾ ഒരു ചെറിയ ചൂടോടെ വേണം നമുക്കിതിലേക്ക് ഗുലാം ജാമുൻ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരും. താങ്ക് യു.